ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ക്ലിപ്പാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഷോർട്സ് ഇട്ടതിന് ശേഷം ഒത്തിരി പേര് ചോദിച്ചതാണ്. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് അക്രാലിക് ഫ്ലവർ. പിന്നെ അക്രാലിക് ഫ്ലവറിന് ഈ ഫ്ലവർ പല സൈസിലുണ്ട്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെൻറ്റർ ക്ലിപ്പ്. അപ്പോൾ എന്താ പറയുക, ഇനി ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അപ്പോൾ എന്താ പറയുക, ആദ്യം നമ്മൾ എന്താ പറയുക, നമ്മുടെ ഹെയർ ക്ലിപ്പിലേക്ക് ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് സെൻറ്റർ ക്ലിപ്പിൽ മാത്രമല്ല, അലിഗേറ്റർ ക്ലിപ്പിലും ഇതേ സെയിം ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സെൻറ്റർ ക്ലിപ്പിലേക്ക് ഞാൻ എന്ത് പറയട്ടെ, ഗ്ലൂ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ആദ്യം ഒരു ലെയർ ഞാൻ ഫ്ലാറ്റായിട്ടുള്ള അക്രാലിക് ഫ്ലവറാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇനി ഈ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അത് പതിഞ്ഞിരിക്കും. അതിൻ്റെ എഡ്ജുകൾ കണ്ടില്ലേ? അപ്പോൾ ഈ എഡ്ജുകൾ വെക്കുമ്പോൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് അടുത്തടുത്തിരിക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം. ഒരു സൈഡിലെ ആ ഒരു എഡ്ജ് അടുത്ത സൈഡിലെ എഡ്ജുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഗ്യാപ്പ് വരാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസിയാണ്, നല്ല ഭംഗിയാണ്. പിന്നെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അതെല്ലാം അറേഞ്ച് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ല്. പ്രസ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ചിലപ്പോൾ അത് ഇളകി വരും. കാരണം നമുക്ക് ഇതിൻ്റെ മേലിൽ അടുത്തൊരു ലെയർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് പതിയെ നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ അവസാനത്തൊക്കെ നമുക്ക് വെക്കാൻ സമയത്തിന് എല്ലാം അറേഞ്ച് ചെയ്തിട്ടേ വെക്കാൻ പറ്റുള്ളൂ. എങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ കാര്യം എന്ന് പറയുമ്പോൾ അതിനൊരു ഫിനിഷിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ ചിലതിൻ്റെ എഡ്ജ് മാത്രം ഇങ്ങനെ ഒരു സൈഡിൽ പുറത്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് അറേഞ്ച് ചെയ്ത് ചെയ്യുമ്പോൾ ഈ സെൻറ്റർ ക്ലിപ്പിൻ്റെയൊക്കെ രണ്ട് സൈഡും ഈക്വലായിട്ട് നിൽക്കും. അല്ലെങ്കിൽ അവസാനത്തെ മാത്രം കുറച്ച് ഗോൾഡൻ കളർ ക്ലിപ്പ് പുറത്തോട്ടൊക്കെ നിൽക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആ ഫ്ലവറിൻ്റെ പുറത്തേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഫ്ലവർ വെക്കേണ്ട ഗ്യാപ്പ് ഉണ്ട്. സ്റ്റോണോ ഇവിടെ ഇതിൻ്റെ പുറത്ത് വെറും സ്റ്റോൺ വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാൻ കേട്ടോ. വളരെ എളുപ്പമാണ്. ഞാൻ ആ ഫ്ലവറിന് വെച്ച് കൊടുക്കുകയാണ്, അക്രാലിക് ഫ്ലവർ. ഇത് കളർ ഫ്ലവറാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ കളർ ഇല്ലായിരുന്നു. കളർ ഫ്ലവേഴ്സും അവൈലബിൾ ആണ്. കളർ വേണമെങ്കിൽ കളറിട്ടും നമുക്ക് ചെയ്യാം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ എലഗൻ്റായിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഡെയിലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിൻ്റെ കളർ ഫെയ്ഡാവേ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം. ഇനി ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. അങ്ങനെ അപ്പോൾ ആ ഫ്ലവേഴ്സ് വയ്ക്കുമ്പോഴും എന്താ പറയുക, അതിൻ്റെ പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇളകി പോകത്തില്ല കേട്ടോ. ഞാൻ കുറച്ചത് സൂം ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടത് അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇനി അതിൻ്റെ പുറത്തേക്ക് എന്താ പറയുക, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അടുത്തിന് എൻ്റെ മേളിലേക്ക് നമ്മൾ സ്റ്റോൺ വെച്ച് കൊടുത്താൽ, സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺ കൊടുക്കാം, ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ് കൊടുക്കാം. ഞാൻ ഗോൾഡൻ ബീഡ്സ് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺ ഇല്ലേ, ക്ലിപ്പ് സ്റ്റോൺ പല കളറിൽ അവൈലബിൾ ആണ്. ഇതിൽ വൈറ്റിൽ പിങ്ക് ഷെയ്ഡ് കൊടുക്കാം, ലൈറ്റ് ബ്ലൂ കൊടുക്കാം, പലതരത്തിലുള്ള ഇതുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കൊടുത്ത് ഡിഫറെൻറ്റ് ഒരു ലുക്ക് കൊടുക്കാം. ഇനി ഇതിൽ ഹാങ്ങിങ്സ് വേണമെങ്കിൽ കൊടുക്കാം. അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇത് ഇതേ മെത്തേഡിൽ നമുക്ക് ഹെയർ ബാൻഡ് ചെയ്യാം, അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ഐഡിയയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? അപ്പോൾ ചിലപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഐറ്റം ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിലേക്ക് ഞാൻ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഗ്ലൂ കൂടുതൽ വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സെൻറ്ററിൽ കൊടുക്കുമ്പോൾ ഗ്ലൂ ഒക്കെ ഒത്തിരി ആയി പോവാതെ ശ്രദ്ധിക്കണം. ആദ്യം ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ബീഡ്സ് നമ്മൾ ഈ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ കോർക്കുന്ന ആ ഒരു ഹോളില്ലേ, പോർഷനില്ലേ, അത് ചിലപ്പോൾ നമ്മൾ ഇടുമ്പോൾ അതായിരിക്കും ഫ്രണ്ട് ഇങ്ങനെ മേളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ സൈഡിലേക്ക് ആക്കി കൊടുക്കുക. നമുക്ക് അതിൻ്റെ ഒരു സൈഡ് പോർഷൻ ആകുമ്പോൾ ഒരു ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ആ ഹോൾ നമ്മൾ നോക്കുമ്പോൾ ഹോളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് വരാത്ത രീതിയിൽ നിങ്ങൾ വയ്ക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു നീഡിലോ ഒരു ചെറിയ ഈർക്കിലോ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നേരെയാക്കി കൊടുക്കുക. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ ഈ ഷോർട്സ് ഇട്ടതിന് ശേഷം ഒത്തിരി പേര് ചോദിച്ചൊരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. അങ്ങനെ നല്ല റെസ്പോൺസ് കിട്ടി. എനിക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, കാരണം അതിന് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. നമ്മുടെ കയ്യിലിരുന്ന് ആക്സസറി വെച്ചിട്ട് ചെയ്താൽ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല ഫിനിഷിംഗ് ആണ്. അതിൻ്റെ ഫിനിഷിംഗ് കണ്ടോ, കണ്ടില്ലേ? ആ ഗോൾഡൻ കളർ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.